ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു വിനയ് മോഹൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു റിവ്യൂ പറയാനാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു മൊബൈൽ വെച്ചു, പോവ നിയോ 6 5G. ഇത് ഞാൻ മൈജിയിൽ നിന്നാണ് എടുത്തത്. ഏകദേശം 12,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഞാൻ എടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 6GB 128GB ആണ്. ഇത് ഇതിന് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കണ്ടു. ആ റേറ്റിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയില്ല. അതായത് ഞാൻ മൈജിൽ പോയി തപ്പിയപ്പോഴത്തേക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയെന്ന ആകെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ് നമ്മുടെ റെഡ്മി 30 മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 6GB RAM 128GB ഇൻറ്റേർണലാണ് ഇതിന് വരുന്നത്. ഡയമൻസിറ്റി 6300 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. മീഡിയടെക് ഡയമൻസിറ്റി 6300 ആണ് പ്രോസസ്സർ വരുന്നത്. പിന്നെ ഇവർ 6+6GB നമുക്ക് ആഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതായത് 6 ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ലോജിക്കാണ്. അതായത് നമ്മുടെ 6GB ആണ് ഇതിന് ശരിക്കും റാം വരുന്നത്. എന്നാൽ 6GB അഡീഷണൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോമിൽ നിന്ന് റാമിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നതാണ് 6GB. അങ്ങനെ 12GB ആണ് വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമലി എല്ലാ മൊബൈൽസും അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മെമ്മറി ഫുള്ളാകുന്ന ടൈമിൽ റാം ഫുള്ളാകുമ്പോഴത്തേക്ക് എത്രയാണോ സ്റ്റോറേജ് സ്പേസ്, ആ സ്റ്റോറേജ് സ്പേസിൽ നിന്ന് കുറച്ച് സ്പേസ് റാമിലോട്ട് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോണുകൾ ഹാങ് ആകാതിരിക്കാനും അതിൻ്റെ പ്രോസസ്സ് ഫങ്ഷനിങ്ങിന് കേടുപാട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർ പറയുന്ന ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ഇവരുടെ ഓഡിയോ വരുന്നത് ഡോൾബി അറ്റ്മോസ് സ്റ്റീരിയോ സ്പീക്കറിലാണ് വരുന്നത്. ഹൈ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തിപ്പോൾ നല്ല രീതിയിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഔട്ട്സൈഡിൽ നമ്മളിന്ന് സംസാരിക്കുമ്പോൾ കുറേ നോയ്സ് കിട്ടാനായിട്ട് കുറേ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ നോയ്സ് എപ്പോഴും താഴത്തായിരിക്കും, അതിൻ്റെ മേളിലായിരിക്കും നമ്മളെ സൗണ്ടിൻ്റെ മോഡുലേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ ഐഫോണിലൊക്കെ ഉള്ളൊരു സാധനം തന്നെയാണ് ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ക്വാളിറ്റി കുറച്ചുകൂടെ, അതായത് നമ്മുടെ മാൻ വോയിസ്, ഹ്യൂമൻ വോയിസ് ഹൈ ലെവലിൽ നിന്നിട്ട് നോയ്സ് മാക്സിമം റിഡക്ഷൻ ചെയ്ത് കളയുക എന്നുള്ളൊരു സെറ്റപ്പാണ് ഇതിൽ. പിന്നെ ഈ റേറ്റിൽ 2K റെസൊല്യൂഷൻ ഞാൻ കാണുന്ന ഏക പ്രൊഡക്റ്റ് ഇതിലാണ്. അതായത് ബാക്കി എല്ലാ പ്രൊഡക്റ്റിലും 1080 വരെയാണ് നമുക്ക് വരുന്നത്, HD ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2K വരെ വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് അനുവദിക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ യൂട്യൂബ് എബവ് 1080 റെസൊല്യൂഷൻ യൂട്യൂബിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കമ്പയർ ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ഫോട്ടോ ബേസ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ടാണ് കിട്ടുന്നത്. വീഡിയോ ക്വാളിറ്റിയും തരക്കേടില്ല. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന മോട്ടോ G32 ആണ്. വെൻ കമ്പയർ ടു മോട്ടോ G32 മോട്ടോ G32നെക്കാളും കുറച്ചുകൂടെ പുറകോട്ടാണ് ടെക്നോ പോവ നിയോ 6 എന്ന് പറയുന്ന സാധനം. പക്ഷേ അത് നമ്മൾ ഓഫ്ലൈൻ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ്ലൈനിൽ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനേക്കാളും ചാൻസസ് കുറവായത്. നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ചാൻസസും അവൈലബിലിറ്റീസൊക്കെ കുറവാണ്. ഇത് ഞാൻ EMI ബേസാണ് എടുത്തത്. അപ്പോൾ മോട്ടോയ്ക്കൊക്കെ അഡീഷണൽ ഇൻട്രസ്റ്റ് ആവുന്നതുകൊണ്ടും അതിന് ചെറിയ എമൗണ്ടിനൊന്നും മോട്ടോയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മോട്ടോ നമുക്ക് ചില മോഡൽസ്, അതായത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷേ ടെക്നോ പോലുള്ള പ്രോഡക്റ്റുകൾക്ക് ഓഫേഴ്സ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നില്ല. ഞാനിത് കൊടുത്ത് TVS എടുക്കുന്ന ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പം ഞാനൊരു ഡൗൺ പേയ്മെൻറ്റ് പിടിച്ചതിന് ശേഷമാണ്, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഒരു 6 മാസത്തേക്ക് EMI സ്കീമിൽ എടുത്തത്. അപ്പോൾ പിന്നെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കോൾ ചെയ്യുമ്പോൾ ഓഡിയോ ക്വാളിറ്റി കുറച്ചുകൂടെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇതിൽ ഫേസ് റെക്കഗ്നീഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ സൈഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. അതേപോലെ തന്നെ AI ക്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോർട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബെസ്റ്റ് പോർട്രേറ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫിയിലോട്ട് വരുമ്പോഴും വൈറ്റ് ഫോട്ടോഗ്രാഫിയിലോട്ട് വരുമ്പോഴും ടെക്നോക്ക് ഓപ്ഷൻസ് ഇല്ല. അതായത് മാക്രോ ഫോട്ടോഗ്രാഫി എന്നൊരു ഓപ്ഷൻ ടെക്നോ തരുന്നില്ല, പോവ നിയോ 6 തരുന്നില്ല. പക്ഷേ മോട്ടോ G32 അല്ലെങ്കിൽ റെഡ്മി പോലുള്ള മിഡ് റേഞ്ച് ഫോൺസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് ഞാൻ വെച്ചാൽ നമ്മുടെ സാംസങ് S25 അൾട്രയിലൊക്കെ ഉള്ള മോഡൽ AI ഫീച്ചേഴ്സ്, അതായത് ഇപ്പം ഞാൻ ഒരു ഇതെടുക്കുക, എൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ
ആ ഫോട്ടോ എയിലോട്ട് എനിക്ക് മാറ്റാം. ഇപ്പോൾ കണ്ട എ ക്യാം എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. ആ എ ക്യാമിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അത് നമുക്ക് എ ക്യാമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ പനോരമയെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് വീഡിയോസിൽ തന്നെ ഇതുണ്ട്. നമുക്ക് വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ്. അതുണ്ട് ഇതിലെടുത്തിട്ട് മോർ എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ വ്ളോഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 30 സെക്കൻഡ് ഉള്ള വീഡിയോ 5 എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇതൊക്കെ എടുക്കുന്ന പോലെ, അതായത് നമ്മൾ എഡിറ്റിംഗ് ആപ്സുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണോ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കണ്ടൻറ്റ് റിലീസാകുന്നത്, എക്സ്പോർട്ട് ചെയ്ത് കണ്ടൻറ്റ് റിലീസാകുന്നത്, അത് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പേപ്പർ ഇതിലോട്ട് നമുക്ക് മാറ്റാം. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കോപ്പി ചെയ്ത് നമുക്ക് നോട്ട് പാഡിലോട്ട് മാറ്റാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിവിടെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. പിന്നെ ഈ ബാക്ക് ഡിസൈൻ ഇങ്ങനെയാണ്. അതിൻ്റെ ഫുള്ളി പ്ലാസ്റ്റിക് മോഡലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 18 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 5000 mAh ആണ് ബാറ്ററി ബാക്കപ്പ് ഇവർ പറയുന്നത്. 2 ക്യാമറ ഉണ്ടെന്നേ ഉള്ളൂ, ഇത് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അതിൽ രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് എന്താ പറയുക, അത് മെയിൻ ക്യാമറ അല്ല, അത് നമ്മുടെ അത് വിട്ട് സോറി. അപ്പോൾ പിന്നെ ഇത് ലൈറ്റാണ്. ഈ ലൈറ്റിൽ എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ലൈറ്റുണ്ട്, ബാക്കിൽ ലൈറ്റുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേ ടൈമിൽ വർക്ക് ചെയ്യും. അങ്ങനൊരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. അതായത് ഒരേ ടൈമിൽ ഫ്രണ്ടും ബാക്കും വർക്ക് ചെയ്യാം. ഒരേ ടൈമിൽ ഫ്രണ്ടും ബാക്കും വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മോഷൻ ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല. പനോരമ വന്നിട്ടുണ്ട്. AR ഷൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. AR ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെൽഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എന്നെ ഒരു ബിസിനസ് മാഗ്നറ്റായിട്ടോ എന്നെ ഒരു ഗെയിമിലെ ഒരു ക്യാരക്ടറായിട്ടോ എന്നെ ഫിലിപ്പീൻസിലിരിക്കുന്ന ആളായിട്ടോ എന്നെ ഇതിൽ കാണിക്കുക. എൻ്റെ മോശാദർശം കാണിച്ചൊരു ആനിമെ പോലെ ഇതിൽ കാണിക്കും. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് അത് കൊള്ളാം. ഒരു അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 18 വാട്ടാണ് ചാർജറെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുള്ളി ചാർജ് ആകുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നൈറ്റ് റിയൽമി അല്ലെങ്കിൽ IQനോട് പോലെ തന്നെ നൈറ്റ് വിഷൻ കൊള്ളാം. പക്ഷേ നമുക്ക് ക്ലോസപ്പ് ഷോട്ട് മാത്രമേ ഇതിന് പറ്റത്തുള്ളൂ. വൈഡ് ഷോട്ടും അതല്ല വൈഡ് ഷോട്ടും പറ്റത്തില്ല, മാക്രോ ഷോട്ടും ഇതിന് പറ്റത്തില്ല. ഞാൻ ക്യാമറ ബേസ് ആണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. വെൻ കമ്പയർഡ് ടു മൈ ഡിസിഷൻ ഇറ്റ്സ് ഓക്കെ ഫോർ മീ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളും ബാറ്ററി ബാക്കപ്പും ക്യാമറയും ആ റേറ്റിൽ ഉള്ള സെറ്റിൽ ഇത് കിട്ടും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വേറൊരു സാധനം കൂടെ ഇറക്കിയായിരുന്നു, നമ്മുടെ ഇൻഫിനിക്സ്. അതാണ് ഇപ്പോൾ തരംഗമായിട്ട് നിൽക്കുന്നത്. കോഡ് ക്യാമറ ഉള്ളൊരു സാധനം 5G ഇറക്കിയായിരുന്നു. പിന്നെ ഇതിൽ വേറൊരു ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ 2 സിമ്മും നമുക്ക് ഡ്യുവൽ 5G ആയിട്ട് വന്നിരിക്കാം. 1 TB വരെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ വേറൊരു ഡ്രോബാക്ക് ഉണ്ട്. ഒരേ സമയം 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മോ ഒരു മൈക്രോ SD മാത്രമേ ഇതിൽ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. താങ്ക് യു സോ മച്ച്.